അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഒരാളുടെ മരണത്തിനെ നമ്മൾ ഒരിക്കലും കളിയാക്കുകയോ മരണത്തിന് ശേഷം അവരെ അപമാനിക്കാനോ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്തിനാണ് അത് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കാണുന്ന ഖൈസാണ്. ഇറ്റ്സ് മീ ഖൈസ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഇവൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോക്കകത്ത് ഈ മരണപ്പെട്ടിട്ടുള്ള ജുനൈദിനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് അവന്റെ മാനറിസവും മൊത്തം നിങ്ങൾ കാണണം. എനിക്കതാ മനസ്സിലാകാത്തത്. എങ്ങനെ നിനക്ക് കഴിയുന്നടാ ഊളെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പച്ചത്തെറി വിളിക്കേണ്ടതാ, പച്ചത്തെറി. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നിങ്ങൾ കാണുന്നുണ്ടോ? ഒരാൾ മരണപ്പെട്ടതിന് അയാളെ ഓർമ്മ അയവറക്കുന്നതാ. വരാം ഞാൻ എന്നുള്ള സാധനം പുള്ളിക്കാരൻ കളിച്ചത്. അതിന് എങ്ങനെ കഴിയും? നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. അല്ലെങ്കിൽ വലിയൊരു സൈക്കോപാത്ത് കുറെ ആൾക്കാരെ കൊന്നിട്ടുള്ളവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതുപോലുള്ള ഒരാളാണോ? അതുപോലെ മഹാപാപം ചെയ്തൊരു വല്ല വ്യക്തികളാണോ? ഈ സമയത്ത് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കാൻ നിനക്ക് പറ്റുന്നല്ലോ. ഇതെങ്ങാടാ കഴിയുന്നത്? നീ ഒരു മനുഷ്യനാണോ? ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യം നെഞ്ചോരം. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. ആ വിശേഷ ബുദ്ധി കാണിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ്. നമ്മൾ ആരും മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കിടന്ന് പൊട്ടിച്ചിരിക്കാറില്ല. സാറിന് എന്തിന്റെ കഴപ്പാ? കൈസേ, നിനക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഒരാളുടെ മരണത്തിന് ഇങ്ങനെ കളിയാക്കും? മരിച്ചവരെയും വെച്ച് കാശുണ്ടാക്കും. എന്ത് ലോകം റബ്ബേ. ഉളുപ്പുണ്ടോ കൈസ്? മരിച്ച ആളെ ഡാൻസ് ആക്ഷൻ ചെയ്ത് കളിയാക്കുന്നു. ആ നേരം കൊണ്ട് ചന്തയിൽ പോയി ഒരു വണ്ടി വലിക്കും, എന്തെങ്കിലും കാശ് കിട്ടും. ഇതൊക്കെ ഇതാണ് മരിച്ച ആളെ കളിയാക്കാനും വേണം അന്തസ്. സത്യം, ഇവനെപ്പോലുള്ളല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ ആരും ഇവനെ ഞാനൊരു പൂച്ചട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. എന്തോ ആവട്ടെ, നിങ്ങളിപ്പോ ചെയ്ത് ശരിയായില്ല, പുള്ളി മരിച്ചു പോയതല്ലേ. ആൾക്കാർ ചോദിക്കുക, ഇതിപ്പം ഖൈസ് എന്നുള്ളൊരു ഖൈസ് ഇതൊക്കെ എന്തോടെ ഇമ്മച്യൂരിറ്റിയുടെ ഒരു പീക്കാണ്. എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വേറെന്തോ വലുത് വരാനിരുന്ന വേണ്ട എനിക്കുണ്ട്.